ഹായ്. അപ്പോൾ രാവിലത്തെ ടൈം കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് ഞാൻ കുറച്ച് പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു. കാരണം ഞാൻ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ സോഷ്യൽ മീഡിയ നോക്കുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അല്ലേ. രാവിലത്തെ ടൈം കുറച്ച് നേരം പഠിച്ചു. ഇനി എൻ്റെ മോളെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇനി വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അങ്ങനത്തെ പരിപാടികൾ അല്ലേ അല്ലേ ആരോഹി. ആരോഹി കഞ്ഞി കുടിക്കുകയാണ് അല്ലേ. കുഞ്ഞാറ്റേനെ ഞങ്ങൾ വയലിൽ കൊണ്ടുപോയി. അപ്പോൾ കുഞ്ഞാറ്റ ഇല്ല. കുഞ്ഞാറ്റ ഇല്ലോ വയലിൽ പോയി. എന്ത് ചെയ്യും? സാധാരണ ഞാൻ ജോലിക്ക് പോകുമ്പോൾ അമ്മയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ഇപ്പം പരിക്ക് പറ്റിയിരിക്കുന്നതുകൊണ്ട് കൂടുതൽ ടൈം ആരോഗ്യൻ്റെ കൂടെ തന്നെയാണ്. ഇപ്പം നല്ല വികൃതിയായി വരുന്നുണ്ട്. എങ്ങനെ മാനേജ് ചെയ്യുന്നത് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. 5 വയസ്സ് വരെ മക്കളോട് നമ്മൾ ദേഷ്യപ്പെടരുതെന്നാണല്ലോ പറയുന്നത്. പക്ഷേ എന്താ ചെയ്യാന്നറിയില്ല. ദേഷ്യപ്പെടാണ്ട്. പക്ഷെ ദേഷ്യപ്പെട്ടില്ല കേട്ടോ ഞാൻ ഇതുവരെ. അതെ അതെ. ചില കാര്യങ്ങൾ വാങ്ങിക്കൊണ്ടുപോവും. അപ്പം നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ അപ്പം അവർക്ക് ദേഷ്യം വരും. പിന്നെ ഓരോ സ്ഥലത്ത് വലിഞ്ഞു കയറുക, അതൊക്കെയാണ് പ്രധാന പരിപാടികൾ. അമ്മേന്റെ ആരോഗ്യം എവിടെ? അമ്മേന്റെ ആരോഗ്യം എവിടെ? അമ്മേന്റെ കുരുത്തക്കെട്ട മോളാരാ? അമ്മേന്റെ കുരുത്തക്കെട്ട മോളാരാ? സാധാരണ ഒരു 5 മിനിറ്റ് മാത്രം പാട്ടൊക്കെ കേൾപ്പിക്കും. ഫോൺ അത്ര മാത്രമേ ആകെ കേൾപ്പിക്കാറുള്ളൂ. കുപ്പി പാട്ട ചിരട്ട ഒക്കെ വന്നിരിക്കുകയാണ് ആരോഗ്യ കളിക്കാൻ വേണ്ടിയിട്ട്. അയ്യോ വീടേ. കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ കൂടുതലായിട്ട് ആരോഗ്യനോട് ഒരുപാട് സംസാരിക്കും. കാരണം അവർക്ക് വേർഡ്സ് ഒക്കെ മനസ്സിലാക്കാനും കൂടുതൽ എന്താ പറയുക, കുട്ടീനെ നമ്മൾ കെട്ടിപ്പിടിക്കുക അങ്ങനെയൊക്കെ കൂടുതൽ ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷമാണല്ലോ. എപ്പോഴും നമ്മളെ ബോഡീനോട് അവരെ ആശ്വസിപ്പിക്കുക, അതുപോലെ കുറേ വാക്കുകൾ സംസാരിക്കുക, ഇതൊക്കെ അവർക്ക് നല്ലതായിരിക്കും. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിലും അവളെ ഫ്രീഡത്തിന് ഫുള്ള് വിടുകയാണ് ചെയ്യുക. ഒന്നും റെസ്ട്രിക്റ്റ് ചെയ്യില്ല. കൂടുതൽ എന്താ എല്ലാത്തിനും അവളോട് യെസ് ആണ് പറയല്. നോ വളരെ കുറച്ചേ പറയാറുള്ളൂ. ഇപ്പം ആണെങ്കിൽ ജെന്റിൽ പാരൻറ്റിങ്ങിൻ്റെ കാലഘട്ടമാണല്ലോ. അപ്പോൾ കുട്ടികളോട് നമ്മളെല്ലാം പതുക്കെ ക്ഷമയോടെ പറയണമെന്നാണല്ലോ. അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഞാനും പുതിയൊരു ലേണിംഗ് പ്രോസസ്സിലാണ്. അപ്പം അതെന്തായാലും യൂട്യൂബിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഴും, കാലെടുത്ത് വെച്ചാൽ വീഴൂലേ? വീഴൂട്ടോ. ഹലോ മാഡം. സംഭവം രസമാണ് കേട്ടോ. മുപ്പത്തിൻ്റെ കളിയൊക്കെ കണ്ടിരിക്കാന്ന് വെച്ചാൽ കുട്ടികളെ കളികൾ, അവർ പുതിയതായിട്ട് എന്തൊക്കെ ചെയ്യുന്നു ഇതൊക്കെ ഒബ്സേർവ് ചെയ്തിരിക്കാൻ നല്ല രസമുണ്ട്. അതിലിങ്ങനെ വരകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കുന്നുണ്ട്. ആ മെറ്റീരിയലിൻ്റെ ടെക്സ്ചർ തൊട്ട് നോക്കുന്നുണ്ട്. പിന്നെ സൗണ്ട്, എന്തൊക്കെ ശബ്ദങ്ങൾ അതിൽ വരുന്നുണ്ട്, ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളത് പഠിക്കുമ്പോൾ ഞാനത് ഒബ്സേർവ് ചെയ്ത് ഞാനും അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവൾക്ക് കഞ്ഞിയിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. നെയ്യ് നല്ല സാധനമാണല്ലോ. ഞാനും ഡെയിലി എണീക്കുമ്പോൾ ഫസ്റ്റ് നെയ്യ് കഴിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നടക്കാറില്ല. ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ അവൾക്ക് കഞ്ഞി വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അധികം പുഷ് ചെയ്തില്ല. അവൾക്ക് വേണ്ടത് കഴിച്ചോട്ടെ. എന്തിനാ നമ്മളിങ്ങനെ നിർബന്ധിച്ച് അവളെ ഒന്നും കഴിപ്പിക്കാറില്ല. ഇവിടെ ആരും കഴിപ്പിക്കാറില്ല. അതുപോലെ ചൂടായതുകൊണ്ട് അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കും. ഞാനും ഇത് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കണ്ണിൻ്റെ താഴെ ഡാർക്ക് സർക്കിൾസ് നല്ല രീതിയിലുണ്ട്. ഡാർക്ക് സർക്കിൾസ് പോവാനും വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ സ്ക്രീൻ ടൈം എനിക്ക് കുറച്ച് കുറയ്ക്കണം ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞാൽ നടക്കുന്നില്ല. നോക്കട്ടെ, ഒന്ന് കുറച്ച് കൺട്രോൾ ചെയ്യണം. അയ്യോ ഇവിടെ ഞാൻ ക്രിസ്മസിന് വാങ്ങി വെച്ച ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വെച്ച സാധനമാണ്. അതൊക്കെ ഇതാ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. ഇനി അതുകൊണ്ടായിരിക്കും കളിക്കാൻ പുതിയൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട്.
ഇതെന്താ ആരോഹി? അതെന്താ ആരോഹി? ഞങ്ങള് വീട്ടിൽ നിന്ന് ഡയപ്പർ, അയ്യോ ദേഷ്യം വന്നിട്ടുണ്ട് ആൾക്ക്. വീട്ടിൽ നിന്ന് ഞങ്ങൾ ഡയപ്പർ ഇടിക്കലില്ല. ഓളോ ട്രൗസേഴ്സ് അല്ലെങ്കിൽ എന്താ അണ്ടർവെയർ അങ്ങനെ എന്തെങ്കിലും ആണ്. അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റണം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടയ്ക്കണം. ഡയപ്പർ ഞങ്ങൾ രാത്രി ഒന്ന് മാത്രമേ വെക്കാറുള്ളൂ. ഇപ്പം നമുക്ക് ഡയപ്പർ ചിലവ് കുറവിലൊക്കെ ഓൺലൈനിലൊക്കെ കിട്ടും. പക്ഷെ പൈസേനേക്കാളും ഇത് നമ്മൾ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് ഏറ്റവും ബുദ്ധിമുട്ട്. വ്യൂ എന്നെ ചീത്ത പറയുന്നു. അപ്പോൾ വേണ്ട, വേസ്റ്റ് മാനേജ് ചെയ്യാൻ ഞാൻ അവളോട് വേണ്ട എന്ന് പറയലുണ്ട്, എൻ്റെ മുടിക്കുടുക്കെടുത്ത് വായിലിടുമ്പോൾ. അപ്പം അതാണെന്ന് തോന്നുന്നു. മിക്കവാറും അവൾ ഫസ്റ്റ് പറയുന്ന വാക്ക് വേണ്ട എന്നുള്ളതായിരിക്കും. വേണ്ട 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 നോ നോ നോ. കണ്ടോ ദേഷ്യം കണ്ടോ? ഇതൊരു കഞ്ഞിപ്പെണ്ണാണ്. കഞ്ഞിപ്പെണ്ണേ ആഹാ കഞ്ഞിപ്പെണ്ണേ കഞ്ഞിപ്പെണ്ണേ കള്ളിപ്പെണ്ണേ. ഒരാൾ ചാടി കയറി അമ്മിഞ്ഞ കുടിക്കാൻ വന്നിട്ടുണ്ട്. കുത്തിൻ്റെ അമ്മിഞ്ഞ കുടിക്കുകയാണ്. ഞാൻ ഇപ്പോൾ വീട്ടിലുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് അമ്മിഞ്ഞ കുടിക്കും. കുട്ടികൾക്ക് അവരുടെ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അവർ നമ്മളോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. വിശന്നിട്ടൊന്നും അല്ല, അവർ എന്താ പറയുക, അവർക്ക് ഒരു അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ, അല്ലെങ്കിൽ ചില സമയത്ത് വയറ്റിന്ന് പോകാൻ വേണ്ടിയിട്ട് ബവൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും അവർ എന്ത് ചെയ്യും, ഈ രീതിയിൽ വന്നിട്ട് പാൽ കുടിക്കുക. ഇവളങ്ങനെയാണ്, എന്താ പറയുക, പാൽ കുടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവൾക്ക് മോശം പോവാറ്. കായൻ്റെ കറിയും അതുപോലെ മീൻകറിയാണെന്ന് ചോറിന്. അമ്മയ്ക്ക് അവളെ നോക്കണം, പിന്നെ കുക്കിങ്ങും എല്ലാം കൂടി ബുദ്ധിമുട്ടായതുകൊണ്ട് ഉപ്പേരിയൊന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ ഇന്ന്. സ്ക്രീൻ നോക്കിയിട്ട് ഫുഡ് കഴിക്കരുത് എന്നൊക്കെയാണ് എൻ്റെ എയിം. പക്ഷെ നടക്കാറില്ല. എന്തെങ്കിലും പണ്ടൊക്കെ നമ്മൾ TV കണ്ടായിരുന്നല്ലോ ഭക്ഷണം കഴിച്ചിരുന്നത്. ഇപ്പം മൊബൈല് ഞാനധികം ഇപ്പം ബേബി ഉള്ള ആൾക്കാരുടെ വീഡിയോസ്, ദിയ കൃഷ്ണൻ്റെ വീഡിയോസ്, ബൂം ബാങ്ങിൻ്റെ വീഡിയോസ്, ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് കാണുന്നത്. കാരണം അവർക്കും ഇപ്പോൾ ബേബി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കൂടുതൽ ഇപ്പോൾ കാണുന്നത്. ഉച്ചയ്ക്ക് ചോറ് തന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്നു. അപ്പോൾ അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ബ്രെഡ് ഉണ്ട്, പിന്നെ ഇത് കുറച്ച് പീസ്, പല ടൈപ്പ് പയറുകൾ ഫ്രൈ ചെയ്തത്. ഇത് നമ്മളെ പീനട്ട് ബട്ടറാണ്. അപ്പം ഇതൊക്കെ അടിച്ചിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഉറങ്ങുന്നത് നല്ലൊരു ശീലമല്ലല്ലോ. സോ ഉറക്കം കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ നൈബർ ചേച്ചി ഇപ്പം ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ഡെയിലി ഒന്നും ഹെയർ വാഷ് ചെയ്യലില്ല. വീക്ക്ലി ട്വൈസ് ഒക്കെയാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പം ഇന്നൊന്ന് ഓയിൽ മസാജൊക്കെ ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം ലോങ് ഹെയർ ആയിരുന്നു എൻ്റേത്. ഞാനിപ്പം ബേബി ഉണ്ടായതിന് ശേഷം ഒരു 3 months ഒക്കെ ആയിട്ടുണ്ടാവും ഹെയർ കട്ട് ചെയ്തിട്ട്. എന്നാലും കുഴപ്പമില്ല. ഞാൻ പ്രോട്ടീൻ അത്യാവശ്യം നന്നായി എടുക്കാറുണ്ട്. ഹെയറിന് വേണ്ടിയിട്ട് എഗ്ഗൊക്കെ എടുക്കാറുണ്ട്. ഡെയിലി 1 egg ഒക്കെ വെച്ചെടുക്കും. പിന്നെ വേറെ ഇപ്പോൾ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് അധികം അങ്ങനെ കണ്ടീഷനിങ്ങോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എന്നാൽ ഇന്നൊരു ഓയിൽ മസാജ് കൊടുക്കാമെന്ന് അറിയാമല്ലോ. ഇപ്പം അമ്മ ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാറില്ല. ഫേസിനോ ഹെയറിനോ വേണ്ടി ഒന്നും ചെയ്യാനുള്ള ടൈം കിട്ടില്ല. മീ ടൈം എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. അപ്പോൾ ഒരു കോംബോ ഉണ്ട്, ഓയിലും ഉണ്ട്. ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. വളരെ കുറച്ച് ഓയിൽ എടുക്കുന്നുള്ളൂ, വളരെ കുറച്ച്. സ്കാൽപ്പിൽ കുറച്ചേ ചെയ്യുന്നുള്ളൂ. ഡാൻഡ്രഫ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ നല്ല മണമുണ്ട് അതിന്. സംഭവം ചേച്ചി കുറേ മണിക്കൂറുകൾ എടുത്താണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളെ നൈബർ തന്നെയാണ്, അപ്പോൾ നമുക്കറിയാമല്ലോ അവരെന്തൊക്കെ ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത്. സംഭവം എന്തായാലും അടിപൊളിയായിരിക്കും. ഒരുപാട് നല്ല നല്ല സാധനങ്ങളുണ്ട്. ഹെയറിന് നല്ലൊരു കണ്ടീഷനിങ് എഫക്റ്റ് കിട്ടാൻ ഇത് നല്ലതായിരിക്കും.
അതുകൊണ്ട് ഞാനിത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഓയിൽ ഇട്ട് വെക്കാറില്ല, നല്ല മസാജ് കൊടുത്തിട്ട് പിന്നെ ഷാമ്പൂ ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഞാനൊന്ന് മസാജ് ചെയ്യട്ടെ. വേറെ ആരും മസാജ് ചെയ്ത് തരാനൊന്നുമില്ല, അപ്പോൾ നമ്മൾ തന്നെ ചെയ്യുക. അതിൽ ഏറ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്യുക കോമ്പാണ്. ഞാൻ സാധാരണ കോമ്പിങ്ങാണ് ചെയ്യാറ് ഓയിൽ ഇട്ടതിന് ശേഷം. അതുപോലെ ബാക്ക് കോമ്പിങ്ങും ചെയ്യും. ഹെയറും ഇട്ടിട്ട് നല്ല രീതിയിൽ ബാക്ക് കോമ്പിങ്ങും ചെയ്യും. പിന്നെ ഓരോ ഭാഗത്തും എല്ലാ ഭാഗത്തും ഓയിൽ എത്തുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാറുണ്ട്. ഓരോ ഹെയറിലും എത്താൻ ഈ ഒരു കോമ്പിങ് ഹെൽപ്പ് ചെയ്യും. അപ്പം നല്ലോണം ബാക്കോട്ട് കോംബ് ചെയ്തിട്ടുണ്ട്. എനിക്കത്ര ഉള്ളിലുള്ള മുടിയൊന്നും അല്ല, നിങ്ങൾക്ക് കാണാൻ എൻ്റെ ഈ ഗ്യാപ്പൊക്കെ ഇവിടെ കാണാം. മുടി കുറച്ചൊരു സ്ട്രെയിറ്റ് ഹെയർ ആണെന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പക്ഷേ അത്ര തിക്ക് ഹെയർ അല്ല എൻ്റേത്. ഈ കുറച്ച് ബാക്കോട്ട് ചെയ്യാം. ഈ ഹെയറിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഹെയർ ലോസ്, ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ. ആക്ച്വലി ഹെയർ ലോസിന് ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ചാൽ സ്ട്രെസ്സാണ്. അപ്പം സ്ട്രെസ്സ് നമ്മൾ പരമാവധി കുറയ്ക്കണം. എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ വിചാരം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ പ്രോപ്പറായിട്ട് ഹെയർ വാഷ് ചെയ്യാത്തതുകൊണ്ടോ അങ്ങനെയൊക്കെ ഇത് പറ്റുന്നതാണ്. പക്ഷേ നമ്മൾ ഫുഡ്, സ്ട്രെസ്സ്, അതുപോലെ നമ്മൾ ഹെറിഡിറ്ററി പാരമ്പര്യം, ഇതൊക്കെ ഇതിലൊരു ഘടകമാണ്. അപ്പോൾ ഹെയറിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും പെർഫെക്റ്റ് ഹെയർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളതിലിങ്ങനെ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഹെയർ എന്താണോ അതിനെ നിങ്ങൾ സ്നേഹിക്കുക, ഇങ്ങനെയാണോ എന്നുള്ളത്. അങ്ങനെ കുളി കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കൊരു പോഡ്കാസ്റ്റ് ചാനലും കൂടി ഉണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടി കുറച്ച് ഒരു വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മേക്കപ്പ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്താലോ? ടീനേജിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മളെ പാരൻസ് നമ്മളെ മനസ്സിലാക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവൻ്റെ പാരൻ്റ് അവളെ പാരൻ്റൊക്കെ എന്തൊരു അടിപൊളി, എൻ്റെ പാരൻ്റ് എന്താ ഇങ്ങനെ എന്നോട് എപ്പോഴും ദേഷ്യപ്പെട്ടിരിക്കുന്നതാണ്. ശരിക്കും അമ്മമാർക്കാണ് കുറച്ചുകൂടി ടെൻഷൻ അധികം ഉണ്ടാവുക. അപ്പോൾ അമ്മമാരെ സംബന്ധിച്ച് അവർ പലപ്പോഴും അവരെ മെനോപോസിൻ്റെ സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക. എന്നുവെച്ചാൽ നമ്മളെ പ്രസവിച്ച് ഇത്ര വർഷമൊക്കെ ആയി ഉണ്ടാവും, നമുക്ക് അത്ര ഏജൊക്കെ ആയി. അപ്പോൾ അവരുടെ റിപ്രൊഡക്റ്റീവ് കാലഘട്ടം കഴിയുകയാണ്. അപ്പോൾ മെനോപോസ് ആകുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, സ്ട്രെസ്സും ടെൻഷനൊക്കെ കൂടുതലായിരിക്കും. സോ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്ക് ആ ഒരു ടെൻഷനും സ്ട്രെസ്സൊക്കെ കാരണം തന്നെ അത് പാരൻസിൻ്റെ ഈ സ്ട്രെസ്സും ടെൻഷനും പലപ്പോഴും അവർ കുട്ടികളെ മേലാണ് എന്ത് ചെയ്യുക, തീർക്കുന്നത്. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ ആ ഒരു ടെൻഷൻ കാരണം അവർ നമ്മളോട് ദേഷ്യപ്പെടും. അപ്പോൾ നമ്മൾ ഇതെന്താ, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും എന്ത് ചെയ്താലും ഇവരെന്താ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തുന്നത്, അങ്ങനത്തെ ഒരു സംഭവം വരും അല്ലേ. അപ്പോൾ ഇത് എല്ലാ പേരൻസും അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ഫേസ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണിത്. പാരൻസുമായിട്ട് ടീനേജിലുള്ള നമ്മളൊരു ഫൈറ്റ്. അവരുടെ ചൈൽഡ്ഹുഡ് ചിലപ്പോൾ അത്ര അടിപൊളിയാവണമെന്നില്ല, അതുകൊണ്ടൊക്കെയാണ് അവർ ആക്ച്വലി അങ്ങനെ മാറിയിട്ടുണ്ടാവുക. സോ കുറച്ചൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. സംഭവം കുറച്ച് അധികമായിപ്പോയി, ഞാൻ കുറച്ച് തുടച്ചു കളഞ്ഞു. ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. കുറച്ച് മേക്കപ്പ് സെറ്റും സാധനങ്ങളൊക്കെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണുള്ളത്. എൻ്റെ കയ്യിലിവിടെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഡെലിവറി ആയിട്ട് ഇവിടെ വന്നപ്പം എന്താ ഒരുപാട് കാലം ഒരു മേക്കപ്പുമില്ല, ഒന്നുമില്ല, ഒരു ഭ്രാന്തിയെ പോലെയായിരുന്നു. അറൗണ്ട് 6 months എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു മേക്കപ്പ് ഇടാനൊന്നുമില്ല. കാരണം നമ്മൾ ആ ഒരു മാസങ്ങളായിട്ട് നമ്മളെ ബോഡി ഇങ്ങനെ എന്താ പറയുക, അത്രയും ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോവാണ്. നമുക്ക് തീരെ ബോഡി കോൺഫിഡൻസ് ഉണ്ടാവില്ല. വയറൊക്കെ എന്താ പറയുക ചാടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താവുന്ന ഒരുങ്ങാൻ പോലുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം ഞാൻ ഓക്കെ ആയി. ഇപ്പം എനിക്ക് കുറച്ചുകൂടി കുഴപ്പമില്ല, ഒന്ന് ഒരുങ്ങി നടക്കാം എന്നൊക്കെ ഉള്ളൊരു സംഭവം വന്നു. ഈ കണ്ണ് വരയ്ക്കുന്നതൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഔട്ട് ഓഫ് ഫാഷൻ ആയി തോന്നി. ഇപ്പം കുറച്ച് ആൾക്കാരൊന്നും വരയ്ക്കുന്നില്ല. ഞാനും വരയ്ക്കണോ? ഈവൻ ഐഷാഡോ തന്നെ ഇത് ഭയങ്കര അധികമായിപ്പോയി, ഇത്ര വേണ്ടായിരുന്നു. വളരെ ലൈറ്റ് നേരിട്ട് കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കണ്ണാടിയൊന്നും ഇവിടെ ഇല്ല. ഞാൻ തുള്ളി പോകണം, അതുകൊണ്ട് വയ്യ. ഇത് നോക്കി കണ്ണ് ഞാൻ ഇതുവരെ വരച്ചിട്ടില്ല, ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ്.
കണ്ണാടി നോക്കി മാത്രമേ ചെയ്തിട്ടുള്ളൂ. എല്ലാം ട്രൈ ചെയ്ത് നോക്കണമല്ലോ. ലെറ്റ്സ് ഡു. ഞാൻ പണ്ട് മുതലേ ഈ പകുതിയിൽ നിന്ന് ഇങ്ങോട്ട് തന്നെയാണ് വരയ്ക്കാറുള്ളത്. നോ ഗൈസ്, ഐ കാൻ ഡു ദിസ്. എനിക്ക് തോന്നുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെ വീണാലും നമ്മൾ 4 കാലിലാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കളായി. ഈ വീഡിയോയിലൊന്നും വരില്ലല്ലോ അല്ലേ? നല്ല കുഴപ്പമില്ലാന്ന് തോന്നുന്നു. വേണമെങ്കിൽ ഈ കണ്ണാടി ഇവിടെ ഒരു മിറർ ഉണ്ടോ, അതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ BB ക്രീം സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ കൺസീലർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, കണ്ണിൻ്റെ താഴെ മാത്രം. വേറെ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല. ആദ്യമായിട്ടാണ് BB ക്രീം. ആക്ച്വലി അത് കറക്റ്റ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ കുറച്ചൊരു ബേസിക് നോളജ് ഉണ്ടാക്കി പിന്നെ നമ്മളേതായ കൺവീനിയൻസ് നമ്മൾ പരീക്ഷിച്ച് നമ്മൾ ബെസ്റ്റ് സാധനം കണ്ടെത്തുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ. ലിപ്സ്റ്റിക്ക് എനിക്കിപ്പോഴും മിക്സ് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. ഒന്ന് സുഡിയോന്ന് വാങ്ങിയതും ഒന്ന് ലാക്മേൻ്റെയാണ് കയ്യിലുള്ളത്. നോക്കാം. ആദ്യം എനിക്കത്ര പിങ്കിഷ് വേണ്ട, അപ്പോൾ ഇത് കുറച്ച് അടിയിലിട്ട് നോക്കാം. പക്ഷേ ഇത് മിക്സ് ചെയ്താൽ എന്താ വെച്ചാൽ ഇത് തന്നെയാണ് കൂടുതൽ എടുത്ത് നിൽക്കുക. അപ്പോൾ ഇത് മാത്രം മതിയില്ലേ? നോക്കാം. ഓക്കെ ആണല്ലോ, അടിപൊളിയാണല്ലോ അല്ലേ? ഇപ്പോഴാണ് ഒരു മെനയായത്. ഇത്ര ദിവസമായിട്ട് ഇപ്പോഴാണ് മേക്കപ്പ് കെട്ടി ഹെയറൊക്കെ ഒന്ന് ഷാമ്പൂ ഇട്ട് ഇന്നാണൊന്ന് സെറ്റായത്. മേക്കപ്പ് ഇടുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാറുണ്ട്. അത് അടിപൊളിയാണ് എന്തൊക്കെ പറഞ്ഞാലും.